അപ്പോൾ നമ്മളെന്തായാലും വെക്കേഷൻ വന്നപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ടൂർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാണിക്കാൻ പോണു ഗൈസ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടായിപ്പോയി. ഈ സ്ഥലം ഇവിടെ നല്ല വൈബാണ് ഗൈസ്. കണ്ടോ, നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മഴ തന്നെയാണ് കലങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു നല്ല ആംബിയൻസ് ആയിട്ടുള്ളൊരു വഴിയാണ്. സൈഡിൽ ലൈറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ചീവീൻ്റെ ഒച്ച കേൾക്കും, അത് മൈൻഡ് ആകണ്ട. ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ് വീടെടുക്കുമ്പോൾ. പിന്നെ അതേ ഇങ്ങനെ നേരെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി വഴിയാണ് കഴിച്ചത്. ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അതെ, ഈ കൂടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, കാരണം റിസ്ക് ആണ്, നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ആ പുഴ. ഇങ്ങനെ കൊണ്ടുവന്നത് ചെറിയ തോടാണ്. ഇതാണ് നമ്മുടെ ഒരു ഹട്ട്. ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അവർക്ക് പ്രൈവസിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഹട്ടിലേക്ക് പോകണം ഗൈസ്. പോകണ നല്ല ചക്കൊക്കെ കിടക്കണ്ട ഗൈസ്. നമ്മൾ ചക്കയിലോട്ട് ഇവിടെ ഒരു വലിയ പാറയുണ്ട്. പിന്നെ അതൊരു വലിയ പാറയാണ്. പിന്നെ ഈ വഴി നേരെ പോകുമ്പോൾ നമുക്കൊരു വലിയ മരം കാണാം, പ്ലാവാണത്. ഇതൊരു ഷെഡാണ്, ഇവിടുത്തെ വീട്ടുകാരുടെ വിറകൊക്കെ ഉണങ്ങിയ ഷെഡാണിത്. പിന്നെ ഇത് ഇവിടുത്തെ വീട്ടുകാർക്ക് ഒരു ഏല പ്ലാന്റേഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതിലുള്ള ഏല പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. അതെ, വലിയൊരു തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട് കേസ്. പിന്നെ നേരെ കൊണ്ട് അടുത്ത ഹട്ട്. ഇതല്ല നമ്മുടെ ഹട്ട്. ഇതിനകത്ത് ആളുണ്ടോ എന്ന് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനുള്ള അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നല്ല ഹട്ടാണ് കേസ്. പക്ഷേ ആദ്യം കാണിച്ച ഹട്ടാണ് ഏറ്റവും ഡീലക്സ് ഹട്ട്. അതിനകത്ത് 2 ഫ്ലോർസൊക്കെ ഉണ്ട്. ഇതൊരു ട്രീ ഹട്ടാണ്, പക്ഷെ ഇതിനകത്ത് ആളുണ്ട്. ഫുൾ ബുക്കിംഗ് ആണ് കേസ്. അത് കാരണം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ കയറി കാണിച്ചു തന്നേനെ. നാളെ ചിലപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഡീലക്സ് റൂമിൻ്റെ ഉൾവശം കാണിക്കാൻ നോക്കാം. ഇതാണ് ജാതിക്ക പ്ലാന്റേഷൻ. അതെ, അവിടെ ഒരു ഉണ്ട ചക്ക കിടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറേ ചക്ക ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ആൾക്കാരുണ്ടോ, ലൈറ്റൊക്കെ ഉണ്ടല്ലേ. ഇനി ഇതൊരു വേറൊരു റിസോർട്ടാണ്. ഇവിടെ ആൾക്കാരുണ്ടോ നമുക്ക് പോയി നോക്കാം. ഇവിടെ ആൾക്കാരുണ്ട്, സ്വച്ഛ കേൾക്കുന്നുണ്ട്, കാരണം പോകുന്നില്ല. പിന്നെ ഈ വഴി നമുക്ക് വേണമെങ്കിൽ ചുമ്മാ വൈബായിട്ട് നടന്നു പോവാം. ഇതിൽ കൂടെ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് ഇവിടെ കുറേ കുഞ്ഞു ചക്കയൊക്കെ വീണ് നടക്കുന്ന കാണാം. കാറ്റടിച്ചിട്ട് വീണാണ് കേസ്, അല്ലാണ്ട് ഇത്രയും ചെറുത ചക്കയൊക്കെ വീഴുമോ. ഇവിടെ തേങ്ങ കിടക്കുന്നുണ്ട്. ഇവിടെ നിറച്ചും തെങ്ങായതുകൊണ്ട് എപ്പോഴും തേങ്ങയൊക്കെ വീണെടുക്കും. ഇവിടെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് കിടക്കും. പിന്നെ നമ്മൾ രക്ഷിക്കൂടെ ആരും ഉണ്ടാകത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഏല പ്ലാന്റേഷൻ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു പാറാണെങ്കിൽ നമ്മളിതൊക്കെ പ്രോപ്പർട്ടിയുടെ ഓണറിനോട് ചോദിച്ചിട്ടാണ് വീട് എടുക്കുന്നത്. അത് കാരണം നമുക്ക് ഇവിടെയൊക്കെ ആക്സസ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ആക്സസ് ഒക്കെ തരും കേട്ടോ. എന്നതേ നേരെ കാണുന്നത് നല്ലൊരു പ്ലാന്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ ഒരു കിടക്കുന്ന ഒരു പറമ്പ്. ഇതിൻ്റെ അപ്പുറത്തൊരു തോടുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി ചെറിയൊരു പേടിയാണ്. അവിടെ ചിലപ്പോൾ എങ്കിൽ പാമ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാമ്പല്ല, ഐ മീൻ ഗൈസ്, നമ്മൾ പോകണമെങ്കിൽ ഒരു പുഴുവിനെ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. പാറയുടെ മണ്ടയിൽ ഒരു പുഴു ചെറിയാൻ പുഴു ആണ് ഗൈസ്. അത് ഞാൻ തൊടുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി എക്സ്പ്ലോറേഷനിൽ നടക്കാം. ഈ നാളെ ഹോംസിന് ബുക്കിംഗ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ റിസോർട്ട് നമുക്ക് ചോദിച്ചൊരു ടൂർ നടത്താം. റിസോർട്ട് ഉള്ളത് കാര്യം നമുക്ക് നോക്കാം ഗൈസ്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്ത നമ്മുടെ റൂമിൽ ചെറുതായിട്ട് ആൾക്കാരുള്ള കാരണം ചെറിയൊരു പ്രശ്നമാണ് ഗൈസ്. അത് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ എന്നിട്ട് അവർക്ക് ഈ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. നമുക്ക് എന്താ വെറുതെ ആൾക്കാർക്ക് പ്രൈവസി കൊടുക്കണ്ടേ. അത് നമ്മൾ അപ്പുറത്തേക്ക് പോകണം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അനിയൻ. പുള്ളി കാർ ഓടിക്കാമെന്ന് പറഞ്ഞ് വന്നാണ് ഗൈസ്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ വീട് എടുക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ അത് മുകളിലൊരു വീടുണ്ട്, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും നോക്കാം. ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് ടീമാണ് ഗൈസ്. ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്നത്, ഷോർട്സൊക്കെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്.
ഉണ്ടോ ഗൈസ്, വ്യൂ ഉണ്ടോ ഗൈസ്? സെറ്റപ്പ് വ്യൂ ഒക്കെ കിട്ടും ഗൈസ്. കണ്ടോ ഇവിടെ നല്ലൊരു ഒരു ഷാക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഒരു വലിയ പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഏഴുണ്ടി കയറാം. പക്ഷേ റിസ്ക്കാണ്, ആർക്കും പായല. വേനൽക്കാലത്ത് അത് കയറാറുണ്ട്, പക്ഷെ ഇപ്പം റിസ്ക്കാണ്, നമ്മൾ കയറുന്നില്ല ഗൈസ്. മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം.